ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഭയങ്കര ചൂടാണ്. എവിടെ നോക്കിയാലും കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ മാത്രമല്ല, എല്ലായിടത്തും സമ്മർ പീക്കിൽ നിൽക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നമുക്ക് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും വൈറ്റൻ ചെയ്യാനും സൺ ടാനിനെ മാറ്റാനും അതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ വെയിൽ നമ്മളുടെ ഫേസിലേക്ക് അടിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഫേസ് വയസ്സായ പോലെ ആകുകയും വെയിൽ കുറെ കൂടുതൽ അടിക്കുന്നത് കാരണം മെലാസ്മ കൂടുകയും നമ്മളുടെ സ്കിന്നിൽ ചുളിവുകൾ വീഴുകയും വരകൾ വീഴാനും ഒക്കെ ഏറ്റവും സാധ്യതയുള്ള ഒരു സീസണാണ് സമ്മർ എന്ന് പറയുന്നത്. അപ്പോൾ സമ്മർ സീസണിൽ നമ്മൾക്ക് നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു സ്കിൻ കെയർ വളരെ അത്യാവശ്യമാണ്. സൺ ടാനിൻ്റെ കറുപ്പൊക്കെ മാറ്റി സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും ഫൈൻ ലൈൻസ് ഒക്കെ മാറാനും സൂര്യപ്രകാശം അടിച്ചിട്ടുള്ള മെലാസ്മ ഒന്ന് പോകാനും സ്കിന്നിനെ ഒന്ന് സൂപ്പർ സുന്ദരിയാക്കി എടുക്കാനും ബ്ലാക്ക് സ്പോട്ടുകളൊക്കെ മാറ്റാനും പറ്റിയൊരു പായ്ക്കാണ് നമ്മളിൽ നിന്ന് നോക്കാൻ പോകുന്നത്. നമ്മുടെ അടുക്കളയിൽ എന്നുമുള്ള ഒരു സാധനം. പെട്ടെന്നൊന്ന് ഗസ് ചെയ്യാവോ എന്താണെന്ന്? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് 2-3 പായ്ക്ക് നോക്കാൻ പോകുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് ചേരുന്നത്, ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എല്ലാം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ്. സോ ഇതൊക്കെ ഞാൻ റെഗുലറായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. ഞാൻ മാറ്റി എപ്പോഴും ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ ഡിഫറെൻറ്റ് മീഡിയത്തിൽ വെച്ചിട്ട് ഫേസ് പാക്കുകളൊക്കെ നമ്മുടെ വിഭൂതിയിലുള്ള ഫേസ് പാക്കുകളൊക്കെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ നിങ്ങളോട് തന്നെ അതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തും തരാറുണ്ട്. അതെല്ലാം കൂടെ ഒരു ദിവസം ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് വരാം. മുട്ട വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. മുട്ട പ്രോട്ടീനിൽ വളരെ റിച്ചാണ്. സ്കിന്നിനെ റിപ്പയർ ചെയ്യാൻ ഈ പ്രോട്ടീൻ നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫേസിനെ ടൈറ്റൻ ചെയ്യാനും നാച്ചുറൽ ലിഫ്റ്റിംഗ് ചെയ്യാനും മുട്ട സഹായിക്കുന്നതാണ്. മുട്ട തോട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം മുട്ട ഉടച്ചെടുക്കാനായിട്ട്. കൊളാജൻ പ്രൊഡക്ഷനെ വർദ്ധിപ്പിക്കുകയും എഗ്ഗിനകത്ത് ഉള്ള അമിനോ ആസിഡ്സ് നമ്മളുടെ കൊളാജൻ ബൂസ്റ്റിനെ സപ്പോർട്ട് ചെയ്യാനും റിങ്കിൾസിനെ കളയാനും ഒക്കെ സഹായിക്കുന്നതാണ്. നമ്മുടെ സ്കിന്നിനെ ടെക്സ്ചറിനെ കളറിനെ ഇംപ്രൂവ് ചെയ്യാനും ബ്രൈറ്റൻ ചെയ്യാനും എഗ്ഗ് വളരെ നന്നായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. എക്സസ് ഓയിലിനെ സെബം പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ചിലർക്ക് 50s ആക്നെ വരും, അതൊക്കെ കളയാൻ സഹായിക്കുന്നതാണ്. എല്ലാ തരത്തിലുമുള്ള ഏജിങ്ങിന്റെ സയൻസിനെ മാറ്റാൻ സഹായിക്കുന്ന ഒന്നാണ് എഗ്ഗ്. ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഫേസിലോട്ട് അബ്സോർവ് ആയി കിട്ടുകയുള്ളൂ. എഗ്ഗിനെ ബീറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് 2-3 ഫേസ് പാക്ക് പോലാണ് നമ്മൾ ഇടുന്നത്. എഗ്ഗിന്റെ കൂടെ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്താൽ മാത്രമേ നമ്മൾക്ക് അതിൻ്റെതായ ഒരു പ്രയോജനം കിട്ടുള്ളൂ. എഗ്ഗ് മാത്രമായിട്ട് ഫേസിൽ ഇട്ടത് കൊണ്ട് നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഫേസിലെ സ്കിന്ന് അബ്സോർവ് ചെയ്തെടുക്കണം എന്നില്ല. നമ്മൾ ഇന്ന് 2-3 ഫേസ് പാക്കാണ് കാണിക്കാൻ പോകുന്നത്. എഗ് യോഗ്സ്, അതായത് മുട്ടയുടെ മഞ്ഞക്കരു ഹെൽത്തി ഫാറ്റ്സിനെയും വിറ്റാമിൻസിനെയും ഒരുപാട് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താൻ ഏറ്റവും നല്ല ഒന്നാണ് എഗ് യോക്ക്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഹണിയാണ്. ഹണി ഏറ്റവും നല്ലൊരു ഹ്യൂമിക്റ്റന്റ് ആണ്. അത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫേസിലേക്ക് ഈർപ്പത്തെ നിലനിർത്താനും ഫേസിന് കളർ തരാനും യുവത്വത്തിന്റെ തിളക്കം നമ്മൾക്ക് തരാനും ഒക്കെ സഹായിക്കുന്നതാണ് തേനും മുട്ടയും കൂടെയുള്ള ഈ ഫേസ് പാക്ക്. ഇതൊരു വാട്ടറി ഫേസ് പാക്ക് ആണ്. നിങ്ങൾക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാൻ കയ്യിലിട്ടാണ് കാണിക്കുന്നത്. കാരണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാ ഫേസ് പാക്കും എനിക്ക് ഫേസിൽ ഇടാൻ പറ്റില്ല. അതുകൊണ്ട് കയ്യിലാണ് ഇട്ട് കാണിക്കുക. നിങ്ങൾ ഫേസിലാണ് ഇടേണ്ടത്. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇട്ട് നോക്കൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനെ ഒരു ടിഷ്യൂവിന്റെ ലെയർ നമ്മളുടെ ഫേസിൽ വെക്കുന്നുണ്ട്. ആന്റി ഏജിങ് സ്കിൻ കെയറിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ എഗ് ആൻഡ് ഹണി ഫേസ് പാക്ക് വീണ്ടും ഒരു ലെയർ കൂടെ ലെയർ ചെയ്യാണ് നമ്മുടെ ഫേസിലേക്ക്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അടിയിലുള്ള ആ ഒരു ഫസ്റ്റ് ഇട്ട എഗ്ഗിന്റെ ഫേസ് പാക്ക് വളരെ ഉണങ്ങി ഡ്രൈ ആവില്ല. ഒരിക്കലും ഒരു ഫേസ് പാക്കും തന്നെ ഫേസിൽ കണ്ടമാനം ഡ്രൈ ആകരുത്. 6-7 മിനിറ്റ് മാത്രമേ ഇടാവുള്ളൂ. അത് മാത്രമായിട്ടില്ല, ഡ്രൈ ആയി വലിഞ്ഞ് ചുളിവ് വീഴും. ഇങ്ങനെയാകുമ്പോൾ ടിഷ്യൂ പേപ്പറും കൂടി ഇട്ട് ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ പീൽ ചെയ്തെടുക്കുക. ഒരുപാട് ഉണങ്ങാൻ നിൽക്കരുത്. ഉണങ്ങാൻ നിൽക്കുമ്പോൾ സ്കിൻ വലിഞ്ഞ് ചുളിവ് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത ഫേസ് പാക്കിലേക്കും നമ്മൾ ഇപ്പോൾ പതപ്പിച്ച് വെച്ചിരിക്കുന്ന മുട്ടയാണ് വേണ്ടത്. നിങ്ങൾക്കിത് മിക്സിയിലിട്ട് വേണമെങ്കിലും പതപ്പിക്കാം, ഇല്ലെങ്കിൽ ബ്ലെൻഡറോ ബീറ്ററോ എന്താണെന്ന് വെച്ചാൽ നിറയെ പേരുടെ വീട്ടിലും ബീറ്റർ ഉണ്ടാവും. ബീറ്റർ വെച്ച് വേണേലും പതപ്പിക്കാം. നിങ്ങൾക്ക് ഒരു മുട്ട എടുക്കുന്നത് കൊണ്ട് വലിയ ചെലവൊന്നും വരാൻ പോകുന്നില്ല.
അതിലേക്ക് നമ്മൾ വൈറ്റമിൻ സി ആഡ് ചെയ്യാൻ പോവുകയാണ്. ഒരു ചെറിയ ലൈമിന്റെ പീസ് പോലും അതിൽ മതി. അതിൽ നിന്ന് നമുക്ക് 2-3 തുള്ളി ലൈം ജ്യൂസ് മാത്രം മതി. ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഫെയർ ആക്കുകയും റിങ്കിൾസും ഡാർക്ക് സ്പോട്ടും ഒക്കെ മാറ്റുകയും സൂര്യപ്രകാശം കൊണ്ട് അടിച്ചിട്ടുണ്ടാകുന്ന മെലാസ്മയും സൺ ടാനും ഒക്കെ മാറ്റാനായിട്ട് വളരെ സഹായിക്കുന്ന ഒന്നാണ്. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ 3-4 പ്രാവശ്യം യൂസ് ചെയ്യാം. ഈ പാക്കുകളെല്ലാം തന്നെ 3-4 പ്രാവശ്യം ഉപയോഗിക്കാം. നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. 6-7 മിനിറ്റ് കഴിയുമ്പോൾ ചെറിയ ലൂക്ക് വാം വാട്ടർ, ചെറിയ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്തിട്ട് വീണ്ടും പച്ചവെള്ളത്തിൽ വാഷ് ചെയ്യുക, കോൾഡ് വാട്ടറിൽ വാഷ് ചെയ്യുക. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊരു ഐസ് റബ്ബ് കൊടുത്താൽ വളരെ നന്നായിട്ടുണ്ടാവും. അടുത്ത പാക്കിലേക്ക് നമ്മൾ നോക്കാൻ പോകുന്നത് എഗ്ഗ് കൊണ്ടുണ്ടാക്കിയ ഈ ഒരു മിക്സ് തന്നെയാണ്. എപ്പോഴും മനസ്സിലാക്കുക, ഇതുപോലെ പതപ്പിച്ചെടുത്ത എഗ്ഗാണ് നമ്മളുടെ ഫേസിലേക്ക് ഏറ്റവും നന്നായിട്ട് അബ്സോർവ് ചെയ്യുക. മഞ്ഞക്കരുവും വെള്ളക്കരുവും കൂടെ വേണം. രണ്ടിലും നമ്മുടെ സ്കിന്നിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നുള്ളത് മറക്കല്ലേ. ഇത് മാച്ച പൗഡറാണ്, ഗ്രീൻ ടീയുടെ മാച്ച പൗഡർ. ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം പ്രോഡക്റ്റ്. നിങ്ങൾ അത് നോക്കി വാങ്ങിച്ചോളൂ. വളരെ നല്ലതാണ് ഫേസിനെ ബ്രൈറ്റൻ ചെയ്യാനും കൊളാജിൻ പ്രൊഡക്ഷൻ കൂട്ടാനും നമ്മളുടെ സ്കിന്നിന് ഇലാസ്റ്റിസിറ്റി തരാനും ബ്രൈറ്റൻ ചെയ്യാനും ഡാർക്ക് സ്പോട്ടിനെ മാറാനും അല്ലെങ്കിൽ റിങ്കിൾസ് പോകാനും എന്തെന്നില്ല ആന്റി ഏജിങ് സ്കിൻ കെയറിലെ ദ ബെസ്റ്റ് ആണ് മാച്ച പൗഡർ. അപ്പൊ ഇത് മൂന്നും കൂടെ ആകുമ്പോൾ നല്ലൊരു പാക്കാണ്. ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഇതുപോലെ നിങ്ങളുടെ നല്ല വാഷ് ചെയ്ത ഫേസിൽ ഇട്ടിട്ട് 6-7 മിനിറ്റ് കഴിയുമ്പോൾ വാഷ് ചെയ്യുക. കാരണം ഒരുപാട് ഫേസിലേക്ക് ഒരു പായ്ക്കും തന്നെ ഡ്രൈ ആയിട്ട് ഉണങ്ങുന്നിടം വരെ നിൽക്കരുത്. ഇപ്പൊ ചൂടുകാലമായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങും. 6-7 മിനിറ്റ് ആണ് മാക്സിമം. അതിൽ കൂടുതൽ ഇടരുത്. ഫേസ് ഉരച്ച് കഴുകിയോ വലിയുന്ന പോലെ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് കാണാം കൈ എത്ര ബ്രൈറ്റൻ ആയി എന്നുള്ളത്. പറയരുത് വെളുത്ത കൈയാണ് കൊണ്ട് ബ്രൈറ്റൻ ആവും. നിങ്ങൾക്ക് ഇട്ട് നോക്കൂ, നിങ്ങൾക്ക് നല്ല വ്യത്യാസം കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായോ? വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ കെയർ ആണ് നമ്മൾ ഇന്ന് നോക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇത് പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നോടൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടു എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. എവിടെ നിന്നാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് എന്നൊന്ന് പറയണമെന്ന്. ഒരുപാട് പേരെന്നോട് സ്നേഹത്തോടെ എല്ലാ സ്ഥലങ്ങളും പറഞ്ഞപ്പോൾ എനിക്ക് കേരളത്തിൽ വന്ന പോലെ ഒരു ഫീലിംഗ് ആണ് തോന്നിയത്. ഒരുപാട് താങ്ക്സ് ഉണ്ട് അതിന്. നമ്മൾ എത്രയൊക്കെ സ്കിൻ കെയർ ചെയ്യുമ്പോഴും നമ്മൾക്കിത് റിസൾട്ട് കിട്ടുമോ എന്നുള്ള ഒരു ആങ്സൈറ്റിയിൽ ഒരിക്കലും ചെയ്യരുത്. നമ്മൾക്ക് റിസൾട്ട് കിട്ടി, നമ്മൾ ഭയങ്കര സുന്ദരിയാണ് എന്ന് നമ്മൾ സ്വയം വിശ്വസിക്കണം. നമ്മൾക്ക് റിസൾട്ട് കിട്ടിയെന്ന് നമ്മൾ സ്വയം വിശ്വസിച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾക്കതിൻ്റെ ഒരു പ്രയോജനമുണ്ടാകുക. അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഒന്ന് വേണം, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ച് മനസ്സിൽ കൊണ്ട് നടന്ന കാര്യങ്ങൾ എനിക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾക്കും എല്ലാ കാര്യങ്ങളും സാധിക്കും, ഉറപ്പായിട്ടും സാധിക്കും. നിങ്ങളുടെ സ്കിൻ നല്ല അടിപൊളിയായെന്നും നിങ്ങളുടെ കയ്യിലുള്ള റിങ്കിൾസ് ഒക്കെ പോയെന്നും നിങ്ങളുടെ മുടിയൊക്കെ നന്നായിട്ട് വളർന്നെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഐബ്രോസ് ഒക്കെ നന്നായിട്ട് വന്നെന്നും ഐലാഷസ് ഒക്കെ. ഈ ഐലാഷസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മളുടെ മുടി ഇത്ര നീളമുണ്ട്. ആ അത്രയും നീളം വയ്ക്കാൻ ഒരു ദിവസം ഇത്ര മില്ലിമീറ്റർ ആണ് നമ്മളുടെ മുടി വളരുക. അതേപോലെ തന്നെ 0. ഇത്ര മില്ലിമീറ്റർ ആണ് നമ്മുടെ ഐലാഷസ് വളരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഐലാഷസ് വളരാനായിട്ട് നമ്മൾക്ക് എത്ര നാൾ എടുത്താലാണ് നമുക്ക് വിസിബിൾ ആയിട്ടൊരു ചേഞ്ചസ് കാണുക? ഐലാഷസിനെ സംബന്ധിച്ചിടത്തോളം നീളം വെക്കുക എന്നുള്ളതിനേക്കാളും കൂടുതൽ ഐലാഷസ് തിക്കാകുക എന്നുള്ളതാണ്. ഉള്ള ഐലാഷസിനെ തിക്കായിട്ട് കാണിക്കുകയും അതിനെ ഒരു സ്ട്രോങ് ആയിട്ട് കാണിക്കുകയും നമ്മളുടെ ഐബ്രോസിനെ തിക്കായിട്ട് കാണിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മളുടെ ഐബ്രോ ഐലാഷസ് ഗ്രോത്ത് ജെല്ലിൻ്റെ ഒരു യൂസേജ്. ഓക്കെ, അത് ഒരാൾ ചോദിച്ചിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് എപ്പോഴും എല്ലാത്തിനും ആൻസർ പറയാൻ സമയം കിട്ടിയെന്നിരിക്കത്തില്ല. ഞാനിങ്ങനെ എന്താ പറയുക, എനിക്കിപ്പോൾ കൂടെ ഒരു ഇന്നത്തെ ദിവസം ഒരു സമയം പോലും ഇല്ലാതെ ഓടി വന്നൊരു 10 മിനിറ്റ് ഒരു വീഡിയോ എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് കിട്ടി എന്ന് വിചാരിക്കണം. പിന്നെ ഏറ്റവും കൂടുതലൊരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളുടെ മുഖം ചെറുപ്പമായിട്ടിരിക്കണം, നിങ്ങൾക്ക് യുവത്വമുള്ള സ്കിൻ വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം നിങ്ങൾ ആദ്യം ചെയ്യണം, നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യണം. നമ്മളുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മൾക്ക് എപ്പോഴും യൂത്തായിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് തന്നെ ആലോചിക്കാം, നിങ്ങൾക്ക് ഏറ്റവും ദേഷ്യമുള്ള ഒരു ദിവസം നിങ്ങളൊന്ന് കണ്ണാടി
കണ്ണാടി പോയി നോക്കിക്കേ, നമ്മൾക്കൊരു 10 വയസ്സ് കൂടുതൽ തോന്നും. ആരെങ്കിലും നമ്മളെ ദേഷ്യം പിടിപ്പിച്ചതാവാം, ആരുടെയെങ്കിലും പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് ഇറിറ്റേഷൻ മനസ്സിലുണ്ടാവാം, അതൊക്കെ ഉണ്ടാവും. ഇതൊന്നും മനസ്സിലോട്ടെടുക്കരുത്. ചേമ്പിലയിൽ വെള്ളം വീഴുന്ന പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കറിയില്ല ഇന്ന് നമ്മുടെ ജീവിതം തരുമോ നാളെ തരുമോ അല്ലേ എന്നാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അത്രയും നാൾ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക. നമ്മൾ സന്തോഷത്തോടെയാണല്ലോ എന്ന് ജീവിച്ചത് എന്നോർത്ത് നമ്മളെ പിന്നാലെ ജീവിച്ചു വരുന്നവർക്കൊരു സന്തോഷമുണ്ടാകും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കൊന്നുമില്ലല്ലോ. അങ്ങനല്ല, നമ്മളുടെ കൂടെ നമ്മളെ ചുറ്റിയുള്ള കുറേ പേരുണ്ട്. അവർ നമ്മളെ ഓർത്ത് സന്തോഷിക്കണം. ഓക്കെ, സന്തോഷമായിട്ട് ജീവിച്ചിട്ടാണല്ലോ പോയതെന്ന് അതിനൊരു ചാൻസ് നമ്മൾ ഉണ്ടാക്കി വെക്കണം. ഓക്കെ, ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനെയൊക്കെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ച ഓരോ കാര്യങ്ങൾ ഓർക്കുമ്പോഴും നമുക്ക് പിന്നെ അവരുടെ കൂടെ സമയം ചിലവഴിക്കാൻ പറ്റിയിരുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ, അങ്ങനെയൊക്കെ നമ്മൾക്ക് ഒരുപാട്, എൻ്റെ അപ്പൂപ്പനും അമ്മ അങ്ങനെ ഒത്തിരി പേര് എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരൊക്കെയും ഭൂമിയിൽ ചെയ്തു വെച്ച കുറച്ച് നല്ല കാര്യങ്ങൾ, എസ്പെഷ്യലി എൻ്റെ അച്ഛൻ, അപ്പൂപ്പൻ, എൻ്റെ അമ്മുമ്മ ഒക്കെ, അവരൊക്കെ എന്ന് വെച്ചാൽ ഇന്നും ഒരു നാട് മൊത്തം അവരുടെ പേരിലാണ് അറിയപ്പെടുക. അവരോടുള്ള സ്നേഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഞാൻ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ് അവർ ചെയ്തു വെച്ച കാര്യം. അവരൊക്കെ എന്ന് വെച്ചാൽ ഞാൻ ഇന്നും ഓർക്കുന്നത്, എൻ്റെ അമ്മൂമ്മയ്ക്ക് ഒരുപാട് വയസ്സായിട്ടാണ് മരിച്ചത്. അവരുടെയൊക്കെ സ്കിന്നും മുടി എൻ്റെ അമ്മൂമ്മയ്ക്ക് ഇത് താഴെ വരെ ഉണ്ടായിരുന്നു, ബട്ടക്സ് വരെ മുടി ഉണ്ടായിരുന്നു, തിക്കായിട്ടുള്ള മുടി. ലാസ്റ്റ് വരെ മുഖത്തൊന്നും ഒരു റിങ്കിൾസ് പോലും, ലാസ്റ്റ് അവസാന നിമിഷത്തില്ല, കെട്ടിൽ കിടന്ന് കുറേ നാൾ കഴിഞ്ഞ് എല്ലാവരെയും റിങ്കിൾസ് ഒന്നും ഉണ്ടായിരുന്നു. എല്ലാവരും തന്നെ നല്ല ഭംഗിയോടെ ഇരിക്കും. ഞാൻ പറയാൻ വന്നത്, നമ്മൾ എത്ര പോസിറ്റീവായിട്ടിരിക്കുന്നോ അത്രത്തോളം നമുക്ക് യുവത്വം ഉണ്ടായിരിക്കും. നമ്മളുടെ മനസ്സിൽ നമുക്കൊരു ഏജ് ഇട്ടിട്ടുണ്ടായിരിക്കും. ഈ ഏജിലാണ് നമ്മളുടെ ചിന്തകൾ, ഈ ഏജിലാണ് നമ്മളുടെ ടേസ്റ്റുകൾ, നമ്മൾ സെലക്ട് ചെയ്യുന്ന വസ്ത്രങ്ങൾ, നമ്മൾ സെലക്ട് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽസ്, നമ്മൾ സംസാരിക്കുന്ന വാക്ക്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. എല്ലാം തന്നെ നമ്മളുടെ യുവത്വത്തിന്, നമ്മളുടെ യൗവനകാലത്ത് എന്ന് വെച്ചാൽ ഇപ്പോഴിരിക്കുന്ന യൂത്ത് ജനറേഷനോടല്ല ഞാൻ പറയുന്നത്, നമ്മളുടെ യൗവനകാലത്ത് നമ്മൾ എന്ത് ചിന്തിച്ചിരുന്നോ അതുമായിട്ട് നമുക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ക്യാൻ തിങ്ക് ദാറ്റ് യു ആർ യങ്. ഓക്കെ, സോ നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുക, നമ്മൾക്കിടുന്ന പ്രായമാണ് നമ്മളുടെ പ്രായം. അല്ലാതെ എനിക്ക് 60 വയസ്സായി, 70 വയസ്സായി, 50 വയസ്സ്, ഇന്നത്തെ കാലത്ത് 50, 60 ഒന്നും ഒരു വയസ്സല്ല. സോ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ ആദ്യം നമ്മളുടെ മനസ്സിനെ നമ്മുടെ കൺട്രോളിൽ വെക്കാൻ പഠിക്കുക. അതിന് ഏറ്റവും നല്ലൊരു കാര്യം പറയട്ടെ, വജ്രാസനം എന്നൊരാസനമുണ്ട്, അറിയാമെങ്കിൽ അങ്ങനെ ഇരുന്നിട്ട് നന്നായിട്ട് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. നമ്മളുടെ മൈൻഡിനെ നമുക്ക് നമ്മുടെ കൺട്രോളിൽ വെക്കാൻ പറ്റും. നമ്മളുടെ മൈൻഡിനെ മാത്രമല്ല, നമ്മളുടെ ചുറ്റിനുമുള്ളവരുടെ മൈൻഡിനെ കൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ എന്താണ്, ദൈവിക ശക്തിയൊന്നുമല്ല ഞാൻ പറയുന്നത്. അവരെന്ത് ചെയ്താലും നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല. വാട്ട് എവർ ഇറ്റ് മേ ബി, ഇറ്റ്സ് നോട്ട് അവർ ബിസിനസ്. ഞാൻ എൻ്റെ പണി നോക്കി പോകുന്നു എന്ന് വെച്ചാൽ അവരെ ഹേർട്ട് ചെയ്ത് അഹങ്കാരത്തോടെയല്ല. നമുക്കെന്ന് പറഞ്ഞ ഒരു ലൈഫുണ്ട്. ആ ലൈഫിലോട്ട് ആ പബ്ലിക്കിനെ എൻ്റർ ആകാൻ സമ്മതിക്കാതിരിക്കുക. എന്നാൽ നമ്മളുടെ നിയർ പബ്ലിക്കിന് നമ്മളെ കൊണ്ട് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ സഹായം ചെയ്തു കൊടുക്കുക. അങ്ങനെയൊക്കെ പോവുക. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ എടുത്ത് ബ്രെയിനിലോട്ട് കയറ്റാതെ ഓക്കെ, സോൾവ് ഇറ്റ് ആൻഡ് മൂവ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ്. അതിനെ ഇങ്ങനെ അരച്ച് ഇവിടെ തമിഴ്നാട്ടിൽ പറയും, അരച്ച മാവേ അരച്ചിട്ടിരിക്കുന്ന് ചൊല്ലുവാங்க. അരച്ച മാവേ അരച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അമ്മിക്കല്ലിൽ അരച്ച ചമ്മന്തി തന്നെ അരച്ചുകൊണ്ടിരുന്ന അരഞ്ഞത് നമ്മുടെ മുഖത്തോട്ട് തന്നെ തെറിക്കും. അതുകൊണ്ട് അതിനുള്ള ഒരു സാഹചര്യം കൊടുക്കാതെ നമ്മളൊന്ന് മൈൻഡ് ഫ്രീ ആക്കി ജീവിക്കാൻ ശീലിച്ചാൽ തന്നെ നമ്മൾക്ക് ഒരുപാട് പോസിറ്റിവിറ്റി യൂണിവേഴ്സ് തന്നെ കൊണ്ടുത്തരും. നമ്മൾക്ക് നിറയെ പണം വരും, നമ്മൾക്ക് നിറയെ ഐശ്വര്യം വരും, നിറയെ മുഖസൗന്ദര്യം വരും. നമ്മൾക്ക് കുറേ കാര്യങ്ങൾ നമ്മളിലോട്ട് ഒത്തിരി പോസിറ്റീവ് പീപ്പിൾ അട്രാക്റ്റ് ചെയ്യും. അല്ലാതെ നമ്മളെപ്പോഴും നെഗറ്റീവ് ചകഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചകയുന്ന നമ്മൾക്ക് തന്നെയായിരിക്കും ആദ്യം ആ നെഗറ്റീവ് കിട്ടുക. നമ്മളൊരു നെഗറ്റീവ് പറയുമ്പോൾ ആദ്യം നമ്മളുടെ വായിൻ്റെ അടുത്ത് നമ്മളുടെ കാതാണ്, നമ്മളാണ് അത് ആദ്യം കേൾക്കുന്നത്. നമ്മളുടെ ചിന്ത നമ്മളുടെ ബ്രെയിനിലാണ് ഉണ്ടാകുക, നമ്മളുടെ ബ്രെയിനിലേക്കാണ് അത് ഹിറ്റ് ചെയ്ത്. അങ്ങനെയൊക്കെയാണ് ഈ ഫേസിൻ്റെ സൗന്ദര്യം പോകുന്നതൊക്കെ. അതിനൊന്നും അലോ ചെയ്യാതിരിക്കുക. ഹാപ്പി ആയിട്ട് ഫ്രീ ആയിട്ടിരിക്കുക. സ്കിൻ കെയർ ചെയ്യാൻ മടിക്കരുത്. സ്കിൻ കെയർ ചെയ്യണം എന്ന് പറഞ്ഞ് ഇനി റിങ്കിൾസ് വന്നിട്ടുള്ള ഫേസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇനി വന്നു പോയല്ലോ എനിക്ക് ശരിയാവില്ലേ എന്ന് ചിന്തിക്കാതെ യെസ് ഐ ക്ലിയർഡ് ഇറ്റ്, ഞാനിത് ശരിയാക്കി എന്ന് പറഞ്ഞിട്ട് സ്കിൻ കെയർ തുടങ്ങൂ. നിങ്ങൾക്ക് 6 മാസം കൊണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്.
ഞാൻ പറഞ്ഞ യോഗയൊക്കെ ചെയ്യൂ, ഞാൻ പറഞ്ഞ യോഗയുടെ വീഡിയോ ഒക്കെ എടുത്ത് കാണൂ. അതൊക്കെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ കുറേയൊക്കെ സ്കിൻ കെയർ കാശ് കൊടുത്ത് വാങ്ങിക്കാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇപ്പം ഞാനൊരു 2 ആഴ്ചയായിട്ട് ഒന്നും തന്നെ നമ്മളുടെ കാശ് കൊടുത്ത് വാങ്ങുന്ന സ്കിൻ കെയർ അല്ല കാണിക്കുന്നത്. കാരണം സമ്മർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്കും സ്കിൻ കെയർ വളരെ അത്യാവശ്യമാണെന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ വീഡിയോസ് കാണിക്കുന്ന എല്ലാവർക്കും യൂസ് ആവട്ടെ എന്ന് വെച്ചിട്ട്. അതുപോലെ നമ്മുടെ സ്റ്റോറിൽ ഒരുപാട് ഡിസ്കൗണ്ട് ഞാൻ ഇടുന്നത് തന്നെ ഒത്തിരി പേര് പറയാറുണ്ട് വാങ്ങാൻ പറ്റുന്നില്ല, അപ്പോൾ അവർക്കൊരു സഹായമായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഡിസ്കൗണ്ട് ഇടുന്നത്. അല്ലാതെ നമുക്ക് ഡിസ്കൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ നഷ്ടം തന്നെയാണ്. പക്ഷെ എന്നാലും ആയിക്കോട്ടെ, അവർ വാങ്ങിക്കുന്നെങ്കിൽ വാങ്ങിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ സ്റ്റാറ്റസ് എപ്പോഴും ചെക്ക് ചെയ്യുക. ഡിസ്കൗണ്ട് ഓഫർ വരുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുക. അതൊരു ടാലിയാണ്. ഓക്കെ, അതൊരു ഫ്ലോ ഓഫ് ബിസിനസ്സിൻ്റെ പുറത്താണ് നമ്മൾ ആ ഒരു ഡിസ്കൗണ്ട് ഇടുന്നത്. അല്ലാതെ ഇന്ന ദിവസം ഇട്ടേക്കാം എന്ന് പറഞ്ഞല്ല. ആ ബിസിനസ്സിൻ്റെ ഫ്ലോ അനുസരിച്ചാണ് നമ്മൾ ഡിസ്കൗണ്ട് ഇടുക. അപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസ് എന്നും ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഡിസ്കൗണ്ട് ഉള്ളപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം സ്വന്തമാക്കുക. അത് നമ്മൾക്ക് പ്രത്യേകിച്ച് ലാഭമുണ്ടായിട്ടൊന്നും അല്ല കേട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നത്. അങ്ങനെയല്ല, ഞാൻ വേറൊരു ടൈപ്പ് ഓഫ് രീതിയിലാണ് എൻ്റെ ബിസിനസ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ലാഭം ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. എനിക്ക് അതിനേക്കാളൊക്കെ വേറെ ഒരു എയിമുണ്ട്. അതാണ് ഞാൻ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആരും വിചാരിക്കുന്നല്ലേ ബിസിനസ് ചെയ്ത് കുറേ കാശുണ്ടാക്കുക, അങ്ങനല്ല. എനിക്ക് കാശിനേക്കാളും മേളിലൊരു ആഗ്രഹം കാണത്തില്ല നമുക്ക്. ആ ആഗ്രഹം സാധിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് ഞാൻ. അതെനിക്ക് ചെയ്യണം. അതെന്താണെന്ന് ഞാൻ ഒരു ദിവസം നിങ്ങളോട് എല്ലാവരോടും പറയുന്നതായിരിക്കും. അതുവരെയും അത് പറയാൻ പറ്റില്ല, കാരണം ആഗ്രഹങ്ങൾ പറയാൻ പാടില്ലല്ലോ. സോ ഞാനത് അച്ചീവ് ചെയ്യുന്ന ദിവസം ഐ വിൽ ഡിക്ലെയർ ദാറ്റ്. സോ അതിനു വേണ്ടിയുള്ള ഒരു ഓട്ടപ്പാച്ചിലാണ്, അല്ലാതെ കാശ് സമ്പാദിക്കാനോ അങ്ങനെ ഒന്നുമല്ല. എന്ന് വെച്ച് കാശില്ലാതെ നമുക്ക് ബിസിനസ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ പേരൻസ് സമ്പാദിച്ച, ഹസ്ബൻഡ് സമ്പാദിച്ച കാശ് എടുത്തിട്ട് ഞാൻ ബിസിനസ് ചെയ്യൂല. എൻ്റെ സ്വന്തം മാത്രം. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. ഞാൻ സ്വന്തമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. എനിക്കൊരു കാർ വാങ്ങണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് വാങ്ങിക്കണം. എനിക്കൊന്ന് ചെയ്യണമെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ച എൻ്റെ കാശ് കൊണ്ടായിരിക്കണം എന്ന് എനിക്കത് ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ച് തരട്ടെ എന്ന് ചോദിച്ചാൽ തന്നെ ഞാൻ ഒരു ദിവസം ആലോചിക്കും, വേണ്ടേ, വാങ്ങിച്ചു കഴിഞ്ഞാലും ഒരു രാത്രി മൊത്തിരുന്നാലേക്ക് വേണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകളൊക്കെയാണ്. അതൊക്കെ എനിക്ക് ചെറുതിലേ മുതൽ എൻ്റെ കൂടെ വന്നതാണ്. സോ നമ്മൾ ആവശ്യമില്ലാത്ത കുറേ ചിന്തകളുടെ ലോകത്താണ് ജീവിക്കുന്നത്. ആ ചിന്തകളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് എപ്പോഴും താൻ സുന്ദരിയാണ് എന്ന് വിചാരിക്കുക. ഞാനൊരു ജോക്ക് പറയട്ടെ. എന്നെ ഒരാൾ കമൻ്റ് അടിച്ചാണ്, വേറെ ആരുമല്ല, എൻ്റെ ജസ്റ്റ് ഫസ്റ്റ് റിലേറ്റീവ് എന്ന് തന്നെ വെച്ചോളൂ. ഫസ്റ്റ് റിലേറ്റീവ്, വെരി ക്ലോസ് ടു മീ റിലേറ്റീവ് ലേഡിയാണ്. എൻ്റെ മുന്നിൽ നിന്ന് എന്നെ നോക്കിക്കൊണ്ട് ഒരു ഗ്രൂപ്പിൽ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ പറഞ്ഞാണ് ഷീലയാണെന്ന്. നമുക്ക് ഷീലാമ്മയെ അറിയാലോ, ഫിലിം സ്റ്റാർ. അപ്പോൾ ഷീലാമ്മയ്ക്ക് ഒരിക്കലും വയസ്സാവില്ല, എനിക്കും ഒരിക്കലും വയസ്സാവില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞാണ്. ഞാനത് കേട്ടു, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തില്ല. കാരണം എനിക്ക് അതിൻ്റെ കേൾക്കേണ്ട ആവശ്യമോ അത് മനസ്സിൽ കയറ്റേണ്ട ആവശ്യമോ. പക്ഷെ ഞാനത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഐ എൻജോയ്ഡ് ദാറ്റ്. അങ്ങനെയാണ് ചിലരൊക്കെ നമ്മളെ ഇങ്ങനെ കുത്തി പറയുന്ന കാര്യങ്ങൾ ഞാൻ ചില സമയത്ത് ഒരു സർക്കാസമായിട്ട് എടുത്ത് എൻജോയ് ചെയ്യാറുണ്ട്, സെൽഫ് ട്രോളായിട്ട് എടുക്കാറുണ്ട്. ഓക്കെ, ഞാൻ കണ്ണാടി നോക്കി ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഷീലാമ്മയുടെ അത്രയൊക്കെ സൗന്ദര്യം എനിക്കുണ്ടോ? ആ ഒരു പ്രായത്തിൽ ഞാൻ അതിൻ്റെ ഒരു 10 അയലൊക്കത്തെങ്കിലും എത്തൂ. അങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. അപ്പം എനിക്ക് ഐ ആം പ്രൗഡ് ഓഫ് ദാറ്റ്. ഓക്കെ, എനിക്ക് അത്രയ്ക്കും ശരിക്കും അഹങ്കാരമാണ് തോന്നിയത്. അവർ കളിയാക്കിയതാണെങ്കിൽ. അങ്ങനത്തെ ചില കോംപ്ലിമെൻറ്റ് നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടും, നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിൻ്റെ അടുത്തുനിന്ന് കിട്ടും. അതിനെയൊക്കെ കോംപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാൻ പഠിക്കുക. അതിനെയൊക്കെ കുറ്റം പറയുന്നെന്ന് വിചാരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അവിടെ ജീവിക്കാനുള്ള സമയം കിട്ടത്തില്ല. നമ്മൾക്ക് ഇവരുടെ കമൻറ്റിൻ്റെ പുറകെ, ഇവരുടെ തിങ്കിങ്ങിൻ്റെ പുറകെ, ഇവരുടെ ജഡ്ജ്മെൻറ്റിൻ്റെ പുറകെ, അല്ലെ ഇവരുടെ വിധിയെഴുത്തിൻ്റെ പുറകെയൊക്കെ ജീവിക്കാനൊന്നും നമുക്ക് പറ്റില്ല. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഈ ലോകത്ത് വേറെ ആരും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, നമ്മളുടെ വീട്ടിലുള്ളവരോട്, ഹസ്ബൻഡ്, മക്കള്, നമ്മളുടെ പേരൻസ്, ഇൻലോസ്, അവരോടൊക്കെയും നമ്മൾ ജസ്റ്റിസ് ആണോ ചെയ്യുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന ലിമിറ്റ് ആൻഡ് റെസ്ട്രിക്ഷൻസിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് എന്തും ഈ ലോകത്ത് ചെയ്യാം. മനസ്സിലായില്ലേ? നമുക്ക് എന്ത് സന്തോഷവും നേടാം. ഇതിനിടയ്ക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നത് സന്തോഷമാണെങ്കിൽ അതും ഒരിക്കലും മറക്കരുത്. ഞാൻ എപ്പോഴും പറയാറില്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് പേരുമായിട്ട് സംസാരിക്കുക എന്ന് വെച്ചാൽ വലിയ ഹൈ പ്രൊഫൈലിലോട് സംസാരിക്കാറുണ്ട്.
താഴേക്കിടയിൽ വളരെ സാധാരണമായിട്ട് ജീവിക്കുന്നവരോടും പോയി ഞാൻ പോയി സംസാരിക്കും. എനിക്കിഷ്ടമാണ് അവരോട് സംസാരിക്കാൻ, അവരുടെ ലൈഫ് സ്റ്റോറി കേൾക്കാൻ, അവരെന്താണ് സ്കിൻ കെയറിൽ ചെയ്യുന്നതെന്ന് കേൾക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്കൊരു സന്തോഷമാണ് നമ്മളോട് സംസാരിക്കാൻ. എന്നെ മകളെ പോലെ കാണുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് അവരോടൊക്കെ നിങ്ങളും അങ്ങനെയൊക്കെ ഒരു ഹാബിറ്റ് ഇഷ്ടമാണെങ്കിൽ ക്രിയേറ്റ് ചെയ്യൂ. അല്ലെ എന്താണ് ഹാബിറ്റ് എന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്യൂ. ഒരുപാട് പേരോട് സംസാരിക്കുമ്പോൾ തന്നെ ബ്രെയിനിൽ കിടക്കുന്ന കുറേ നോട്ട്സ് വെളിയിൽ പോകും. ഒറ്റയ്ക്ക് മുറിയിലിരുന്ന് ആവശ്യമില്ലാത്ത ചിന്തകൾ, കുറേ പേര് ബുള്ളി ചെയ്ത ചിന്തകൾ, ഇതൊക്കെ കൊണ്ട് നടക്കുന്നതിൻ്റെ ആവശ്യമില്ല. ഈ ഒരാൾ ബുള്ളി ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടെ വർഗ്ഗ സ്വഭാവമാണ്, അവരുടെ ജനറ്റിക് സ്വഭാവമാണെന്ന് മനസ്സിലാക്കുക. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരാളെ ബുള്ളി ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതൊരു ട്രോമയായിട്ട് കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. ഞാനൊരു കൗൺസിലിംഗ് ചെയ്തതിൻ്റെ ബാക്കിയായിട്ടാണ് ഞാൻ ഇത് സംസാരിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ബുള്ളി ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊരു ട്രോമയാക്കേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ആവശ്യം ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരാളുടെ തലയിൽ നിന്ന് ഉദിച്ച ബുദ്ധിയായിരിക്കും അതിങ്ങനെ ടോക്സിക് ആളുകളുടെ ഇടയിൽ പടർന്ന് ശക്തിമാനായിട്ടുള്ള ഒരാളെ അങ്ങോട്ട് ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അവർക്ക് എന്തോ ടാലൻ്റ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണല്ലോ ടോർച്ചർ ചെയ്യുന്നത്, അല്ലേ? അവരൊരു പബ്ലിക് സ്പീക്കിംഗ് ഫിഗർ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അസൂയുണ്ട്. അപ്പം അങ്ങനെയുള്ള നമ്മളോട് ആർക്കെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനെങ്കിലുമൊക്കെ നമ്മളെ കൊള്ളാം എന്നങ്ങ് ചിന്തിച്ചാൽ മതി. അവിടെ നമ്മളുടെ എല്ലാ പ്രശ്നവും സോൾവ് ആകും. അപ്പോൾ നമ്മൾക്ക് കുറച്ച് സൗന്ദര്യവും കുറച്ച് പേഴ്സണാലിറ്റിയും കുറച്ച് പ്രസൻറ്റിങ് വേ ഓഫ് സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ലോകത്ത് വേറെ എന്താണല്ലേ വേണ്ടത്? കിടക്കാൻ വീട്, ഉടുക്കാൻ തുണി, അല്ലെങ്കിൽ കഴിക്കാൻ ആഹാരം, സംസാരിക്കാൻ കുറച്ച് നല്ല ആളുകൾ, ഇടപഴകാൻ കുറച്ച് നല്ല ആൾ. ഇതാണല്ലേ ബ്യൂട്ടിഫുൾ ലൈഫ്. അപ്പോൾ ലൈഫിനെ ബ്യൂട്ടിഫുൾ ആക്കി തീർക്കുക. മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണുന്നത് നമ്മുടെ ടേക്ക് കെയർ. സ്കിൻ കെയർ ചെയ്യാൻ മറക്കരുത്. സമ്മറാണ്, ഉറപ്പായിട്ടും സ്കിൻ ഫുള്ള് ഡാമേജ് ആകും. മെലാസ്മ വരും, ഫൈൻ ലൈൻസ് വരും, റിങ്കിൾസ് വരും, ഡാർക്ക് സ്പോട്ട് ഒക്കെ വരും. നിരന്തരമായിട്ട് വീഡിയോ തുടർന്ന് കാണുക. കാണിക്കുന്ന സ്കിൻ കെയർ ഒക്കെയും ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ച് ഈ വീഡിയോയുടെ ഇടയിൽ ഡൗട്ട് ചോദിക്കുക. അല്ലെങ്കിൽ പഴയ വീഡിയോസൊക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഓർക്കത്ത് പോലും ഇല്ല. പിന്നെ ഞാൻ ചകഞ്ഞത് നോക്കാനുള്ള സമയവും എനിക്കില്ല. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കരുത്. അല്ലെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, സ്ക്രീനിലും ഞാൻ കാണിക്കാറുണ്ട്. അവിടെ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ചിലപ്പോൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാണെങ്കിലും ഞാൻ റിപ്ലൈ തന്നിരിക്കും, റിപ്ലൈ തരാതെ പോവില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്ന നമ്പറെ ടേക്ക് കെയർ, റിയലി ടേക്ക് കെയർ. ഹൈഡ്രേറ്റഡ് ആയിട്ട് വെക്കുക. നിറയെ ജ്യൂസസ്, കോഫി, ടീ അല്ലെങ്കിൽ വെള്ളമൊക്കെ കുടിക്കാൻ മറക്കരുത്. ജീരക വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ടേക്ക് കെയർ.